അങ്ങനെ ആ പണിക്കാരൻ വന്നിട്ട് ആദർശിനോടും നയനോടൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ ഗോവിന്ദനെ മൂന്നാലഞ്ച് പേര് കൂടി അടിക്കുകയാണെന്ന്. അയ്യോ എന്താ അച്ഛന് പറ്റിയെന്നൊക്കെ ചോദിച്ച് എല്ലാവരും ടെൻഷൻ അടിക്കുമ്പോൾ ആദർശ് പറയാണ് പെട്ടെന്ന് എല്ലാവരും വണ്ടിയിൽ കയറുന്നു. അപ്പം നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് എല്ലാവരും കൂട്ടി വണ്ടിയിൽ കയറി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് ആദർശിന് മുമ്പിൽ കൂടി ആ വിഗ്രഹങ്ങളുമായി പോയ വണ്ടി പോകുന്നത് കാണുന്നുണ്ട്. പക്ഷെ വിഗ്രഹം ശരിക്കും കാണാൻ പറ്റുന്നില്ലെങ്കിലും ഏകദേശമൊക്കെ ആദർശ വിഗ്രഹങ്ങൾ ആ വണ്ടി കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ വണ്ടി ഓവർടേക്ക് ചെയ്ത് ആദർശ് ആ ഗോവിന്ദനുള്ള സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴേക്കും ഗോവിന്ദൻ തറയിൽ ഇങ്ങനെ വീണ് കിടക്കായിരിക്കും. ഇവരെല്ലാം ഓടിച്ചെന്ന് അച്ഛാ അച്ഛാന്ന് വിളിച്ച് നിലവിളിച്ചുകൊണ്ട് കരയുന്നുണ്ട്. അങ്ങനെ വെള്ളം എടുത്തോണ്ട് വന്ന് അവർ തളിച്ച് ഗോവിന്ദനെ ഉറക്കം എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് ഗോവിന്ദൻ ആ ഉറക്കമല്ല കേട്ടോ, മയക്കത്തിന് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദൻ എഴുന്നേറ്റ് പറയാണ് മോളെ എല്ലാം പോയി, നമ്മുടെ അധ്വാനം എല്ലാം പോയി, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പോയി, ഇനി നമ്മളെല്ലാം ആത്മഹത്യ ചെയ്താൽ മതി, അതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് ചോദിക്കാണ് അങ്കിൾ ആരാ വന്നെന്ന് അറിയാമോ എന്ന് ചോദിക്കും. ഞാൻ ഇതുവരെ അവരെ ആരെയും കണ്ടിട്ട് കൂടിയില്ല, അവരുടെ പറച്ചിൽ അവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കാമെന്നാ പറഞ്ഞത്. ഞാൻ ഉറങ്ങാൻ ഒരു കാത്തിരിക്കുകയായിരുന്നു പോലും, ഞാൻ എന്നിട്ട് ഇവിടെ തന്നെ ഉറങ്ങിയത് കൊണ്ടാ അവരെന്നെ തല്ലിയിട്ട് കൊണ്ടുപോയെന്നാ പറഞ്ഞതെന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ പണിക്കാരൻ പറയാണ് അവര് മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു, ഇവിടെ അങ്ങ് കണ്ടിട്ടുള്ളവരല്ല, കണ്ടിട്ട് റൗഡികളാണെന്ന് തോന്നുന്നുണ്ട്, അതുപോലെയായിരുന്നു അവരുടെ വേഷവും അവരുടെ പെരുമാറ്റവും ഒക്കെ എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇവർക്ക് ഓർഡർ കൊടുത്ത ആ ഇടനിലക്കാരൻ വരുന്നുണ്ട്. അയാൾ വന്നിട്ട് ചോദിക്കാണ് അല്ല എന്താ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം എല്ലാം പോയി എന്ന് പറഞ്ഞ് ഗോവിന്ദൻ കരയുന്നു. എന്താ ഗോവിന്ദട്ട എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം മൂന്നാലഞ്ച് പേര് രാത്രിയിൽ വന്നിരുന്നു, അവരൊന്ന് എന്നെ അടിച്ചിട്ട് ഉള്ള വിഗ്രഹങ്ങളെല്ലാം അവർ കൊണ്ടുപോയി എന്ന് പറയാണ്. അപ്പോഴേക്കും ഈശ്വര ചതിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ നെഞ്ചത്ത് കൈവെക്കുന്നു. എന്നിട്ട് പറയാണ് ഗോവിന്ദൻ എന്തായി പറഞ്ഞത്, ക്ഷേത്രങ്ങൾക്ക് കൈമാറാനുള്ള വിഗ്രഹങ്ങളാ അതൊക്കെ പോയുണ്ടാവുന്ന അവസ്ഥ ഏട്ടൻ അറിയില്ലെന്ന് ചോദിക്കാണ്. ഒന്നും സംഭവിക്കാതിരിക്കാൻ ഞാനും ഇവനോട് കാവലെടുക്കായിരുന്നു, എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഗോവിന്ദൻ കിടന്ന് കരയുന്നുണ്ട്. ഇതേ സമയത്ത് അയാൾ പറയാണ് എങ്ങനെയെങ്കിലും വിഗ്രഹം ഇന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനും എന്റെ കുടുംബവും വഴിയാധാരമാകും, അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യം പറയണ്ടല്ലോ എന്ന് പറയാണ്. തന്ന അഡ്വാൻസും മറ്റെല്ലാ തുകകളും തിരിച്ചു തരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അയാളും അവിടെ നിന്ന് കരയുന്നുണ്ട്. അപ്പോഴേക്കും കനകം പറയാണ് ഈശ്വര എന്ത് തെറ്റിയത് ഞങ്ങളുടെ ഈ ഒരു ശിക്ഷ നീ നൽകിയത്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയല്ലേ, നിനക്ക് വേണ്ടി വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയല്ലേ ഞങ്ങള് ജീവിക്കണമെന്നൊക്കെ ചോദിച്ച് കനവും കരയാണ്. നയനാണെങ്കിലോ അച്ഛാ കരയില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞ് നയനയും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദൻ ചങ്ക് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് കരയാണ്. നന്ദു അയ്യോ അച്ഛ എന്താ പറ്റിയ, ചങ്ങിനകത്ത് വേദനക്കുന്നുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇത് കണ്ടിട്ട് ആദർശ് പറയാണ് നയന ഓർക്കുന്നില്ലേ നമ്മൾ വന്ന വഴിക്ക് നമ്മളൊരു വണ്ടി ഓവർടേക്ക് ചെയ്തില്ലേ, അപ്പൊ ആ വണ്ടിക്കകത്ത് കുറെ വിഗ്രഹങ്ങൾ പോലെ തോന്നി, ഒരു പെട്ടിയാപ്പിക്കല്ലേ അവർ കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ അയാളും ഗോവിന്ദന് പറയുന്നുണ്ട് അതേ മോനെ ഒരു പെട്ടിയാപ്പില്ല കൊണ്ടുപോയെന്ന് പറയുന്നു. എങ്കിൽ പേടിക്കണ്ട, ഞാൻ ഇന്ന് വരുന്നുണ്ടെങ്കിൽ ആ ഒരു പെട്ടിയാപ്പിയുമായിട്ട് മാത്രമേ വരുന്നുള്ളൂ, ആ ഒരു വണ്ടി നമ്പർ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് ഒരു പോലീസുകാരനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആദർശാന്ന് പറയുമ്പോൾ എന്താ സാറേ ചോദിക്കാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഇൻഫർമേഷൻ അറിയണം, എന്റെ വീട്ടിൽ നിന്നും കുറച്ച് മോഷണം പോയി എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറയുമ്പോൾ വേണ്ട ഇങ്ങോട്ടേക്ക് വരണ്ട, എനിക്കൊരു സഹായം ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് ആ വണ്ടി നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് ഈ വണ്ടി എങ്ങോട്ടേക്കാ പോയെന്ന് സിറ്റിയിലുള്ള CCTV ഫുട്ടേജ് വെച്ച് കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. അങ്ങനെ അവര് അത് ഓക്കെ പറഞ്ഞിട്ട് പോലീസ് ഫോൺ കട്ടാക്കുന്നുണ്ട്. ആദർശ് പറയാണ് നയന അച്ഛനെ നോക്കിക്കോളാം, ഞാൻ പോയിട്ട് വരാന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ അങ്ങോട്ട് വന്നേക്കാം ആദർശേട്ടാന്ന് പറയുന്നു. ശരിയെന്നും പറഞ്ഞിട്ട് ആദർശ് ഒരു വഴിക്കും നന്ദു ഫ്രണ്ട്സിനെ കൂട്ടം മറ്റൊരു വഴിക്കും പോകുന്നുണ്ട്. അങ്ങനെ ആദർശ് അതിനുവേണ്ടി പോവാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ജലജ രാവിലെ ആയിട്ടുണ്ടല്ലോ, ജലജ വന്നിട്ട് അബിയോട് ചോദിക്കാണ് എന്താ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ സുരക്ഷിതമായിട്ട് എത്താനടുത്ത് എത്തിയിട്ടുണ്ടമ്മ എന്ന് പറയാണ്. ആണോ സമാധാനമായി, അങ്ങേർക്കിട്ട് നല്ലത് കൊടുത്തോ? അപ്പൊ അബി പറയുന്നുണ്ട് അയാൾ തടസ്സമായിട്ട് കയറി പിടിച്ചു എന്ന്, കുറെ ചവിട്ടൊക്കെ കൊടുത്തു എന്നും പിടിച്ച് തള്ളിയെന്നൊക്കെ പറഞ്ഞു, എന്തായാലും ചത്തൊന്നും പോവലാന്ന് പറയാണ് ജലജ. വേണ്ട അയാൾക്ക് എന്തെങ്കിലും പറ്റിയ കേസ് കളി മാറും, പിന്നെ വലിയ അന്വേഷണമാകും, എന്തായാലും ആദർശ് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നു. അബി പറയാണ് അത് നമുക്കിട്ടൊരു പണിയാണല്ലോ അമ്മേ, ആദർശിട്ട് വരാത്തത് നമുക്ക് നല്ലൊരു പണി തന്നെ കിട്ടുമല്ലോ എന്ന് പറയുന്നുണ്ട്. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, എന്തായാലും വിഗ്രഹങ്ങളൊക്കെ അവിടുന്ന് പോയല്ലോ, അവളുമാർ കരച്ചിൽ കാണാൻ പറ്റുമല്ലോ, അത് മതി എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ അവിടെ കരച്ചിലും ബഹളമൊക്കെ തുടങ്ങിക്കാണുമെന്ന് അബി പറയാണ് കേട്ടോ. എന്നിട്ട് പറയാണ് എടാ പോലീസിലെങ്ങാനും ആദർശ് അറിയിക്കില്ലേ, തീർച്ചയായിട്ടും ആദർശിനോടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പോലീസിനെ അറിയിക്കും, പക്ഷേ അവന്മാർക്ക് നല്ല പിടിപാടൊക്കെയാ, പോലീസിനെയൊക്കെ അറിയാതെ അവന്മാർക്ക് കൊണ്ടുപോകാനൊക്കെ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജലജിയോട്. ദേവ്യാനാണെങ്കിലോ ഹാളിൽ വന്നിട്ട് ആദർശ് വരാത്തതിനെ പറ്റി പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. മുത്തശ്ശനാണല്ലോ ദേവേനെ അതിന്റെ പേരിൽ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജലജയും അബി മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ടാണോ കയറി വരും, കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് എല്ലാം പോയി എന്നും പറഞ്ഞുകൊണ്ട്, അപ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷിക്കാനെന്ന് പറഞ്ഞിട്ട് ആദർശും
സോറി, അബിയും ജലജയും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ഈ പോലീസിനെ വിളിച്ചു ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ഇന്ന വഴി കൂടിയൊക്കെയാണ് ആ വണ്ടി പോയിരിക്കുന്നതെന്ന്. അങ്ങനെ ആദർശ് നന്ദു ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ നന്ദു ഒക്കെയാണ് കേട്ടോ ആദ്യം അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ആദർശിനെ വിളിച്ചിട്ട് പോലീസ് അവർ പോകുന്ന റൂട്ടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, CCTV ഫുട്ടേജൊക്കെ അയച്ചു കൊടുത്തിട്ട്. അങ്ങനെ അത് ആദർശ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദുവിനെയും ആദർശ് വിളിച്ച് പറയുന്നുണ്ട്. നന്ദു ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവന്മാരിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ട് പോവാണ്, എന്തായാലും നമ്മളെ കാര്യം സക്സസ് ആക്കി, ഇത് രാത്രി അങ്ങ് ചെയ്താൽ മതിയായിരുന്നു, അവൻ്റെ എണ്ണം കൊടുത്ത് സാധനം എടുത്തിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് എത്തേണ്ടടുത്ത് എത്തായിരുന്നു, അതും കളഞ്ഞിട്ട് അവൻ ഉറങ്ങുന്നത് നോക്കിയിരുന്നു. എന്തൊരു മനുഷ്യനവന് ഉറക്കം പോലും ഇല്ലാതല്ലേ ഇതിന് കാവലിരുന്നുകൊണ്ടിരുന്നേ. അപ്പോഴേക്കും ആ കൂട്ടത്തിലുള്ളവർ ചോദിക്കുകയാണ്, അല്ല ഇത് എന്ത് ചെയ്യാൻ അഭിസാറ് പറഞ്ഞത്? അഭിസാറ് വിളിക്കാമെന്നാണ് പറഞ്ഞത്, സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കാൻ പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് വീണ്ടും അവനെ ഫോളോ ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും പോലീസുകാരൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്തേക്കാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്, നീ കറക്റ്റ് റൂട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അബി ഫോൺ വിളിക്കുകയാണ് കേട്ടോ അവന്മാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എല്ലാം നല്ല വില കൂടിയ മതിപ്പുള്ള വിഗ്രഹങ്ങളാണ്, അതുകൊണ്ട് ഒന്നും നശിച്ചു പോകാൻ പാടില്ല, എല്ലാം ഞാൻ പറഞ്ഞ സ്ഥലത്ത് കൃത്യമായി കൊണ്ട് സൂക്ഷിക്കണം, അതൊക്കെ വിറ്റാൽ നല്ല കാശ് കിട്ടും എന്ന് അബി പറയുകയാണ് അവരോട്. അവർ പറഞ്ഞു, ഞങ്ങൾ ഏറ്റു, ഞങ്ങൾ സുരക്ഷിതമായിട്ട് താങ്കൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ കൊണ്ട് വെച്ചേക്കാം സാറേ, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, എന്തായാലും ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോഴേക്കും അബി പറയാണ്, അങ്ങനെ നിസ്സാരമായിട്ടൊന്നും കരുതണ്ട, കാരണം അയാൾ ബോധം കെട്ട് വീണത് മറ്റേ പുള്ളി കണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, അവനിപ്പോൾ തന്നെ വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവിടെ എന്തായാലും ആദർശും എൻ്റെ ഏട്ടത്തിയുമുണ്ട്, അവരിപ്പോൾ എന്തായാലും ഇവിടെ വന്ന് കാണും, അവരിപ്പോൾ എന്തായാലും പോലീസിനെ അറിയിച്ച് അവർ ആ റൂട്ടിലേക്ക് നിങ്ങളെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം, എത്രയും പെട്ടെന്ന് വിഗ്രഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞ സ്ഥലത്തുണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വണ്ടിയും കൊണ്ട് വേറെ ഏതെങ്കിലും റൂട്ടിൽ പോയിക്കണം, അതിനുശേഷം ആ വണ്ടി എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മറ്റൊരു വണ്ടിയിലേക്ക് കയറി സ്ഥലം വിട്ടണം എന്നൊക്കെ പറയുമ്പോൾ അവർ പറയണം, അതല്ല ഞങ്ങൾ ഏറ്റവും സാറേ, ഞങ്ങൾ ഇന്നൊന്നും തുടങ്ങിയ ഓപ്പറേഷനൊന്നും അല്ലല്ലോ ഇതെന്നൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും ശരി, എൻ്റെ പേര് ഒരിക്കലും വെളിവരാൻ പാടില്ല, അതുമാത്രം നിങ്ങൾക്ക് ഓർമ്മ വേണം, പോലീസ് പിടിച്ചാലും എന്ന് പറയാണ്. അവർ പറയണം, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, പോലീസ് ഒരു കാരണവശാലും പിടിക്കില്ല എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഗോവിന്ദന് നെഞ്ചുവേദന എടുക്കുന്നതൊക്കെ തോന്നുകയാണ്. അങ്ങനെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈശ്വര എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോഴേക്കും നയന വന്നിട്ട്, അച്ഛ എന്താ പറ്റിയ അച്ഛ സമാധാനപ്പെടുക, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, ആദർശേട്ടനും നന്ദുവൊക്കെ പോയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കനകം പറയണ, ഏട്ടാ എന്താ പറ്റിയേ, നിങ്ങൾക്ക് എന്താ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറയാണ്. അപ്പൊ അവിടുന്ന് മൂർത്തി പറയാണ്, വിഷമിക്കാതെ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ അയാളും പറയുന്നുണ്ട് കേട്ടോ. കാരണം അയാളും പെരുവഴിയിലായിപ്പോവും. ഇതേസമയം ആദർശ് അയാളോട് പറയുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും കോമ്പൻസേഷൻ വേണമെങ്കിൽ ഞാൻ തന്നേക്കാം എന്ന്. അപ്പം മൂർത്തി പറയാണ്, ഇല്ല സാറേ, ഇത് കോമ്പൻസേഷൻ കൊണ്ടൊന്നും ഒതുങ്ങാൻ പോകുന്നില്ല, കൃത്യസമയത്ത് അമ്പലത്തിലേക്ക് എത്തേണ്ട വിഗ്രഹമാണ്, അത് അത്രമാത്രം കാര്യമുള്ള കാര്യം, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരും നാട്ടുകാരും കൂടെ ഇളവും, ഇത് വലിയ വിഷയം ഉണ്ടാവും, വീട്ടിൽ വലിയ അടിപിടി തന്നെ ഉണ്ടായെന്ന് വന്നേക്കാം എന്നൊക്കെ പറഞ്ഞ മൂർത്തി പറയാണ്. വിഗ്രഹങ്ങളെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടി നാട് വിടുന്നതായിരിക്കും നല്ലത് എന്ന് അയാളെ പറയാണ് കേട്ടോ. അങ്ങനെ ഇത് കേട്ടുകൊണ്ട് ആകെപ്പാടെ വിഷമാവസ്ഥയിൽ എല്ലാവരും നിൽക്കുന്നുണ്ട്. നന്ദുവും ആദർശം കൂടിയിട്ട് ഇതേ സമയത്ത് തന്നെ ആ വിഗ്രഹങ്ങളുടെ ആ ഒരു വണ്ടിക്കാരുടെ പുറകെ തന്നെ പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയുമേ ഇന്ന് കാണിക്കുന്നുള്ളൂ. അപ്പം നാളെ സൺഡേ ആയതുകൊണ്ട് നാളെ ആയിരിക്കും കേട്ടോ ക്ലൈമാക്സ് ആയിട്ട് അവർ ആ വിഗ്രഹങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.